അവൻ്റെ മുഖത്ത് നോക്കി 1-2 വർത്തമാനം ഞാനങ്ങ് പറഞ്ഞു. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ അവൻ. ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ, അതെന്നെ മാത്രമേ ഉള്ളൂ. മോളെ, അമ്മച്ചി ധ്യാനത്തിന് പോവാണേ. മോക്ക് കൂട്ടിന് ലില്ലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ ലില്ലിയോട് പറഞ്ഞാൽ മതിയേ. അമ്മച്ചി പോയിട്ട് വേണേ. പോയിട്ട് വരട്ടെ. അയ്യോ, അതിന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില, എടുക്കാൻ മറന്നുപോയി. മോളെ, ഞാനിപ്പോ വരാവേ. ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 പൈസയുടെ പേര് തന്നെ എന്ത് കഷ്ടമല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി പോകുന്ന പിള്ളേർക്ക് വരെ. സ്ലീവാച്ചിന് കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ? ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ആരും ബോധം കെടുന്നില്ലെന്ന് മാത്രം. നേരെടി ശാന്തേ, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം. എനിക്കും ഉണ്ട് 2-3 പിള്ളേർ. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് ഇതൊന്നും ആ ശശിചേട്ടൻ കേൾക്കണ്ടോ. ആ കൊച്ചിൻ്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും പറഞ്ഞേ. അതിന് ഞാൻ എന്നാ പറഞ്ഞെന്നോ? ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാന്നുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അയ്യോ, മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചീനെ വീട്ടിൽ കൊണ്ടാക്കോ, എനിക്ക് വയ്യ അമ്മച്ചി. കരയല്ലേ മോളെ, ഈ അവസ്ഥയിൽ മോള് പോകരുത്. ഞങ്ങൾ തകർന്നു പോകും. ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ. അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണെന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം. കരയല്ലേ മോളിഞ്ഞ് അവൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. മോള് വാ, എല്ലാം കഴിക്കാം. വാ മോള് വാ. നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ? ഇല്ല. പിന്നെ അവൾ അവിടെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ എന്നെ എടുക്കുമായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിനോട് വല്ലതും മിണ്ടിയോ? അമ്മച്ചിയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് വല്ലതും മിണ്ടാൻ എന്റെ മുട്ടുകാലും എല്ലാം പിടിക്കുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാ. എൻ്റെ പൊന്നു ദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എൻ്റെ മോന്. എടാ, അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെക്ക് ഒന്ന് മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവളോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞോടാ. എൻ്റെ ദൈവമേ, നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്? എൻ്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചിനി എത്ര നാളുണ്ടാകാനാ? ദേ, അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിനെ നിനക്കുണ്ടാവും. ഡാ, ഇത് തല്ലിപ്പിടിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? അമ്മച്ചി, അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവനെല്ലാം നിസ്സാരോ. ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടാതിരി എന്നെ. വന്നോല്ലാം കഴിക്ക, എടുത്തു വെച്ചിരിക്കുക. ഇങ്ങോട്ട് ചേർന്നിരിയടാ.
ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുടുംബ നവീകരണത്തെക്കുറിച്ച്. എന്നാ ഒരു അനുഗ്രഹമായിരുന്നു. അമ്മച്ചി ഇരിക്കാം അമ്മച്ചി, ഞാൻ വിളമ്പിക്കോളാം. വേണ്ട മോളെ, അമ്മച്ചിക്ക് ഉപവാസമാണ്. മോനെടുത്ത് കഴിച്ചോളുമല്ലോ. അമ്മച്ചി പോയി കിടക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താനത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടേരുന്നേ. അല്ല, ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? ഇതുവരെ എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? കുറച്ചു നേരങ്ങളിട്ട് കൂടെ ഒന്നും ഇരുന്നുണ്ടോ? എങ്ങനെ ചെയ്യാൻ തോന്നി ആൾക്ക് എന്നോട് ഇങ്ങനെ? പറ. അമ്മച്ചി, ഞാനും വരണ്ട ധ്യാനത്തിന്. നല്ല കാര്യം. മോള് പോയി ഒരുങ്ങി, നമുക്കൊരുമിച്ച് പോവാം. എന്നാ കൊച്ചിനെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി. ശ്രീവാച്ചനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാമല്ലോ. ഞാൻ വരണോ അമ്മച്ചി? സിറ്റിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വിട്ടാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശരി. മോളങ്ങോട്ട് കയറും. അമ്മച്ചി കൂടി. ഞാൻ കയറും. അതെ, കാലത്തൊരു ഇച്ചിരി മാറ്റാവോ? ഗിയറൊന്നും താനെ. വാ, ഞാൻ ഇല്ല അമ്മച്ചി. ഞാനും കൂടിയിട്ട് പോകാന്ന്. ആ കൊച്ചു പോകുന്നത് കണ്ടോ? വാ. എന്നാ വണ്ടി ഇട്ടേച്ചു വരാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പൂവൽ പൊഴിച്ച് എടാ ശ്രീവാച്ച, നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഒന്ന് മിണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കോമാളി വരാൻ. എടാ, നിനക്ക് ചെറിയൊരു കൈവച്ചം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും തള്ളപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, അവിടെ പാറക്കുട്ടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച ഇതല്ല. അതല്ലടാ. എടാ, ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുരുക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും. കൊള്ളാം. ഇത്രയും കൊല്ലമായി നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ, ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ?
എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവന്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടാ ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ അവന് വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടാ. എന്നാലും ഞങ്ങൾക്ക് ഒത്തിരി നേരം ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ഏട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത മഹാപോക്രിത്തരായി പോയല്ലേ ഏട്ടാ? പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഏട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എടാ, എന്തിനാടാ കൊട്ടായി നീ മേടിച്ച്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ലേ ഏട്ടാ? ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ? അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി. കടക്കാത്ത ഭയങ്കര അടി നടക്കോ? ആരെ? ആ ബെഡ്സീഡ് ഏച്ചന്മാരാ. പെണ്ണേസാണ്ട് ആരും ഓരോടെ നിരുന്നേ. എന്നെ വിഷയം? ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കൈയറിഞ്ഞിട്ടുണ്ട്. ചേട്ടായിക്ക് വന്നേ. എന്നാടാ? എന്നാ എന്റെ പോന്നടാ, എനിക്കെങ്ങും അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെറ്റ്സി എന്നെ ഒന്ന് കാണാൻ വന്ന സ്ലീവാച്ച. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവളുടെ ചാച്ചന്മാർ കയറി വന്ന്. കുറെ നാളെ ഇവന് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമല്ലേ? എടാ ശ്രീവാച്ച, എത്രയും വേഗം നിങ്ങളോട് പറഞ്ഞു വിട്ടണം. അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല. എന്നെ ധൈര്യത്തിന് താരൊക്കെ ഈ പിള്ളേരെ കൈ വെച്ച് ഈ നാട്ടിൽ നടക്കാത്തൊന്നും അല്ലേ ചെയ്ത്? നീ ഈ തട്ടികൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വിചാരിച്ചു. താവരെ വിളിച്ചോണ്ട് ഇറങ്ങി പോയേ. പോടോ, ഇറങ്ങി പോടോ. പോ. കണ്ടവനെ ഉപദ്രവിച്ചോ മാര്? നിനക്കാളെ പോറ്റാനുള്ള ധൈര്യം ഉണ്ടോ? എന്നാ നീ വെച്ച് വിളിച്ചിറക്കും. ബാക്കി കേട്ടു. ആ മൗസാറെ, ഞാൻ ടൗണിലുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. നിന്റെ സക്കിൻ ചെടിക്ക് 100-ൽ 100 മാർക്കാ അവര് തന്നേക്കുന്നേ. അതേടാ, ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. നിന്നെ അവര് തെരഞ്ഞെടുത്തടാ. എന്നാലും സമ്മതിക്കണം കേട്ടോടി ബെറ്റ്സി, നിന്റെ ധൈര്യം. എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പം 3 വർഷം. എൻ്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും. അങ്ങനെ വന്ന് മടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി. പിന്നെ ഞങ്ങൾ ഇവിടം വരെ എത്തി. എന്നിട്ട് അച്ചാറോട് പോയി ചേച്ചി? അതിനെന്നെ പറയണ്ട, അതിൻ്റെ കാരണക്കാരൻ ദേ നിൽക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ടങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാണ് നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാലോ. എന്നാ മണ്ടത്തരവാടാ കൊച്ചെ നീ കാണിച്ചേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എൻ്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാടെ പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി. ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി, ഇപ്പോൾ ഓടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്നറിയില്ല. അതിൽ തെറ്റൊന്നുമില്ലോ അച്ഛാ. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയണേ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഈ രാജ്യത്ത്.
ഗോവിച്ചേട്ടാ നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ വേണ്ട സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചെയ്യൂ. കുഴപ്പമില്ല സ്ലീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാടാ എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്നേ, അയച്ചൊരു വലിയ പ്രശ്നമാണ്. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ? നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ നിന്ന് വീണ്ടും ഇടികൊള്ളുകൊണ്ട് വരുമെന്ന് എൻ്റെ പേടി. സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ. സ്ലീവാച്ച, സ്ലീവാച്ച്, ഇടികൊള്ളോണ്ട് വരൂ.